+1 പാഠപുസ്തക വിതരണത്തിലെ അനിശ്ചിതത്വത്തിന് അങ്ങനെ താൽക്കാലികമായ ഒരു പരിഹാരമാകുന്നു. പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ പതിപ്പ് പ്രസിദ്ധീകരിച്ച് SCERT ഭാഷാ വിഷയങ്ങൾ ഉൾപ്പെടെ 41 പാഠപുസ്തകങ്ങളുടെ പതിപ്പുകളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസ്, പാഠപുസ്തക വിതരണത്തിലെ അനിശ്ചിതത്വം ആദ്യം സമൂഹത്തെ അറിയിച്ചത് ന്യൂസ് മലയാളമാണ്. ആ വാർത്തയ്ക്ക് പിന്നാലെ ഇതാ നടപടി വന്നിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ. അതേ ചെയ്തു, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ 10 മാസത്തിലാണ് ഈ പരിഷ്കരിച്ച പുസ്തകങ്ങൾ പുറത്തുവിട്ടത്. പക്ഷെ മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയാക്കാനോ ഇവ വിതരണം ചെയ്യാനോ SCERTക്കോ വിദ്യാഭ്യാസ വകുപ്പിനോ കഴിഞ്ഞിരുന്നില്ല. പരിശീലനത്തിലെത്തിയ അധ്യാപകർക്കടക്കം ഡിജിറ്റൽ പതിപ്പ് ലഭ്യമാക്കാനും വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞില്ല. ഇതോടുകൂടി അധ്യാപകരടക്കമുള്ളവർ വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈ വാർത്ത നമ്മൾ ന്യൂസ് മലയാളം പുറത്തുവിട്ട് 2 ദിവസത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. പതിപ്പ് ഇപ്പോൾ SCERTയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാഷാ വിഷയങ്ങൾ ഉൾപ്പെടെ 41 പാഠപുസ്തകങ്ങളുടെ പതിപ്പുകളാണ് ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ ഡിജിറ്റൽ പതിപ്പുകൾ വെബ്സൈറ്റിലൂടെ ലഭ്യമാക്കാൻ കഴിയും. ഈ ഡിജിറ്റൽ പതിപ്പുകൾ ലഭ്യമാക്കിയതോടുകൂടി ഇപ്പോൾ അധ്യാപകർ നേരിടുന്ന പ്രതിസന്ധിക്കും അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രതിസന്ധിക്കും താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. അതേസമയം ഈ അച്ചടിച്ച പതിപ്പ് ജൂലൈ ആദ്യവാരത്തോടെ തന്നെ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ലഭ്യമാക്കാം എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും ഉള്ളത്. ചെയ്തു. ഓക്കെ ഹാൻസ്, ശരി. ഇപ്പോൾ ന്യൂസ് മലയാളത്തിന് ഒരു ബിഗ് ഇമ്പാക്റ്റ് ആയി തന്നെ ഈ വാർത്തയെ നമുക്ക് വെക്കാവുന്നതാണ്. ഹാൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.